പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കണ്ടംകുളത്തി ബോണോക്കെ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്ന് യാത്രയല്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരിടത്ത് നിൽക്കുകയാണ്, ഒരു പറമ്പിൽ. നമ്മുടെ അതിഥികളെയൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എപ്പോഴും പരിചയപ്പെടുന്നത് നമ്മളൊരു വീട്ടിൽ പാമ്പിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു അതിഥിയെ കാണാൻ പോകുമ്പോൾ അവിടെ പിടിക്കുന്നതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒന്ന് രണ്ട് അതിഥികളെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷകരമായൊരു കാര്യം, സ്നേക്ക് മാസ്റ്റർ ടീം എൻ്റെ അടുത്ത് സഞ്ചരിക്കാൻ, ഞങ്ങളൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയുടെ തുടക്കവും എനിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീട്ടിൽ ഒരു പഴവുണ്ണിയെ കണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെന്ന് ഒരമ്മ പഴവുണ്ണിയും 3 കുഞ്ഞ് പഴവുണ്ണികളെയും പിടികൂടാൻ കഴിഞ്ഞു. ആ പിടികൂടി കൊണ്ടുവന്ന ഈ പഴവുണ്ണിയെ പിടിക്കുമ്പോൾ എനിക്ക് ത്രില്ലെന്ന് പറയാൻ കാരണം ഒരു വെറൈറ്റിയായ അതിഥിയെ പിടിക്കുമ്പോൾ എനിക്ക് വെറൈറ്റിയായ ഒരു അതിഥിയെ കിട്ടാറുണ്ട്. ഒരു പഴവുണ്ണിയെ പിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു രാജവമ്പല കിട്ടുക ഒരു സത്യമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞൊരു മുള്ളമ്പന്നിയെ പിടികൂടിയാൽ ഒരു രാജവമ്പല കിട്ടുക അതൊരു കണക്കാണ്. ഒരു കാട്ടുപൂച്ച കിട്ടിയാൽ ഒരു രാജവമ്പല കിട്ടുക ഒരു കണക്കാണ്. എന്തായാലും ആ പഴവുണ്ണികളെ പിടികൂടി കഴിഞ്ഞത് ഉടനെ അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിനടുത്ത് ഞാനും ആ സുഹൃത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാത്രി ഏകദേശം 10 മണിയോടടുത്ത് എനിക്കൊരു കോൾ വരുന്നത്. കൊല്ലം ജില്ലയിൽ തെന്മല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ സുഹൃത്ത് KSCBയിൽ ജോലി ശ്രീമാൻ തുളസി അവരുകളാണ് വിളിച്ചത്. അവിടെ KSCBയിൽ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന ആ ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സിൽ എനിക്ക് അതിശയം തോന്നിയൊരു കാര്യം എന്നാൽ, എനിക്ക് ഇതിന് മുന്നേ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരു അമ്മ അടുക്കളക്കകത്ത് ഗ്യാസ് മേശപ്പുറത്ത് വെച്ച് ഗ്യാസിൽ ചായക്ക് വെള്ളം തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുപ്പിൻ്റെ പാതകത്തിൽ കൂടി ഒരു അതിഥി ഇങ്ങനെ എഴിഞ്ഞ്, അമ്മ അതിനകത്ത് നിൽക്കുന്ന അമ്മയ്ക്ക് ഒരു പേടിയൊന്നുമില്ല. അമ്മ നിൽക്കുന്നതിൻ്റെ അമ്മയുടെ ഇടത് സൈഡിൽ കൂടെ അതിഥി ഇങ്ങനെ സ്ലാബിൽ കൂടി എഴിഞ്ഞ് അമ്മയുടെ മുന്നിൽ കൂടി താഴേക്ക് ഇറങ്ങി ഒരു മേശരടി കയറുന്ന ഒരു അമ്മ അനങ്ങാതെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് അമ്മ പതുക്കെ പുറത്തിറക്കിയിട്ട് എന്തായാലും അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം എന്നെ വിളിച്ചു, അമ്മയെ എന്നെ വിളിച്ചു. ഞങ്ങൾ എന്തായാലും ഒരു 11:30 മണിയോട് കൂടി ആ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ അറിയുന്നത് അടുക്കളയ്ക്കകത്ത്, ഞാൻ ഇവിടെ നിന്ന് അവിടെ എത്തുന്നവരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, രാജവമ്പല എന്നാണ് പറഞ്ഞുവെങ്കിലും എന്തായാലും അവിടെ ചെന്ന് ആ അമ്മ പറഞ്ഞ ആ സ്ലാബിൻ്റെ അടിയിലേക്ക് ഞാൻ ടോർച്ച് തെളിച്ച് നോക്കിയപ്പോൾ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 110ാമത്തെ രാജവമ്പല അതിഥിയെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞു. ഏകദേശം 13 അടി നീളമുള്ള ഒരു പെൺ രാജവൻപാലയായിരുന്നു. പിടികൂടിയ അന്ന് തന്നെ രാത്രി, അന്ന് തെന്മല RO ഉൾപ്പെടെയുള്ളവർ, റേഞ്ച് ഓഫീസർ സാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് കാട്ടിൽ പോയി രാത്രി 1 മണിയോടുകൂടി അദ്ദേഹത്തെ തുറന്ന് വിട്ടതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് വീട്ടിലേക്ക് വരുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു അതിഥി കുറച്ച് മുട്ടകൾ പരിചയപ്പെടുത്തി. അതിൽ കുറേ മുട്ടകൾ വിരിഞ്ഞ് പോകുന്നത് ഞങ്ങൾ പരിചയപ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൽ വ്യത്യസ്തനായ ഒരു അതിഥി. കാരണം നിങ്ങൾക്ക് ഒക്കെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ പറമ്പൊക്കെ കളയ്ക്കുമ്പോൾ ചിലപ്പം മുട്ട കിട്ടിയാൽ നിങ്ങൾ അപ്പോൾ നശിപ്പിക്കുക ഒരു പതിവാണ്. പക്ഷേ എന്തായാലും നശിപ്പിക്കാതെ എനിക്ക് കിട്ടുന്ന മുട്ടകൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിരിയിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ 9 മുട്ടകൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേയുള്ള എപ്പിസോഡിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അതിൽ 9 പേരിൽ 3 മുട്ടകൾ കേടായിപ്പോയി. കാരണം അവർ വെട്ടിക്കളച്ചെടുത്തപ്പോഴാണ് വെട്ടിക്കളയ്ക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ആ മുട്ട എടുത്ത് എന്നെ ഏൽപ്പിച്ച പൊട്ടലൊക്കെ ഉണ്ട്, അത് കേടായിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ 9 പേരെയും കൊണ്ട് വെച്ചുവെങ്കിലും 6 പേര് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സിനുടമയായ ആമ, കടലാമയാണ് ആയുസ്സിൽ കൂടുതലെങ്കിലും നമ്മുടെ നാട്ടിൽ ആമകൾക്ക് ആയുസ്സില്ല. കാരണം നമ്മുടെ നാട്ടിൽ കുഞ്ഞ് ആമയെ കണ്ടാലും പിടിച്ച് ചുട്ടി തിന്നുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് യഥാർത്ഥത്തിൽ ആമയെ കൊല്ലുന്നതും ആമയെ നമ്മൾ വളർത്തുന്നതും ആമയെ വിൽക്കുന്നതൊക്കെ കുറ്റകരമാണ്. എൻഡേഞ്ചറസ് സ്പീഷീസാണ്. യഥാർത്ഥത്തിൽ ആമയെ പിടിക്കാനോ നമുക്ക് വളർത്താനോ കൈവക്കം വെക്കാനോ പെർമിഷൻ ഇല്ല. നമുക്ക് പരിചയപ്പെടാം ആ കുഞ്ഞൻ അതിഥികളെ. നമ്മളെന്തായാലും ഈ കുഞ്ഞൻ നദികളെ കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വിരിഞ്ഞല്ല,
20 ദിവസമായി ഇദ്ദേഹം മുട്ട വിരിഞ്ഞിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് 20 ദിവസമായി. ഇവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇവർ ഭക്ഷണം കഴിക്കുക സാധാരണ തോട്ടിൽ പായലൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ മുട്ടയുടെ തന്നെ മഞ്ഞക്കരി, മുട്ട അവിച്ചിട്ട് തന്നെ മഞ്ഞക്കരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. എന്തായാലും ഇവയെ നമ്മളെന്തായാലും ഈ കുഞ്ഞിനതി അന്ന് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞങ്ങൾ ഈ 9 മുട്ടകൾ പരിചയപ്പെടുത്തിയതിൽ 6 പേര് മാത്രമാണ് ഇവർ. ബാക്കി 3 പേര് ആ മുട്ട കേടായി. ഇപ്പോൾ ഇവർ മെയിലും ഫീമെയിലും ഒക്കെ തിരിയാനുള്ള സമയമാണ്. പക്ഷേ ഇവയുടെ മുട്ട വിരിയുക എന്നാൽ സാധാരണ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കരയാമകൾ അല്ലെങ്കിൽ നാട്ടിലെ ആമകൾ കടലാമകൾ പോലെയല്ല. കടലാമകൾക്ക് മുട്ടകളുടെ എണ്ണം കൂടുതലാണ്. നാട്ടിലെ ആമകൾ 30ഓളം മുട്ടകൾ ഇടും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു സ്ഥലത്ത് പോലും 30 മുട്ടകൾ കിട്ടിയിട്ടില്ല. എങ്കിലും ചില ഗ്രന്ഥങ്ങളിൽ 30 കിട്ടിയ മുട്ടകളുണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് 10, 14, 8 ഇങ്ങനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് വെറും 9 എണ്ണം കിട്ടി. 10 എണ്ണം കിട്ടി, ഒരെണ്ണം അവർ വെട്ടിയപ്പോൾ പൊട്ടിപ്പോയി. ബാക്കി 9 എണ്ണം കിട്ടിയതിൽ 6 പേരാണിവ. ആമയുടെ മുട്ടയൊക്കെ ഉടുമ്പെടുത്ത് കഴിക്കാറുണ്ട്. ആ ഉടുമ്പിന് ആമയുള്ള സ്ഥലത്ത് ഉടുമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടുമ്പ് ആമ മുട്ടയുടെ സ്ഥലത്ത് മണ്ണ് മാറ്റിയിട്ട് ആ ഉടുമ്പ് മുട്ട അടിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, മുട്ട കഴിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാണാം നമ്മുടെ ഈ കുഞ്ഞൻ അതിഥികളെ. കുഞ്ഞനെന്ന് പറയുമ്പോൾ നമ്മളിതിന് മുന്നേ ആമയുടെ മുട്ട വിരിയിച്ചിട്ടുണ്ടെങ്കിലും സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ആ കാലങ്ങൾക്ക് മുന്നേ ടീമും ഞാനോട്ട് ഒരുമിച്ച് സഞ്ചരിക്കുന്നതിന് മുന്നെയാണ് എൻ്റെ വീട്ടിൽ ആമയുടെ മുട്ടയൊക്കെ ഞാൻ വിരിയിച്ച് കുഞ്ഞുങ്ങളെ അടുത്തുള്ള അമ്പലക്കുളം, ക്ഷേത്രക്കുളങ്ങളിലേക്ക് കൊണ്ടുപോകും. ക്ഷേത്രക്കുളങ്ങളിൽ ഇപ്പോൾ വിടാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ക്ഷേത്രക്കുളങ്ങളിൽ കൊണ്ട് ഈ സാധുജീവിയെ കൊണ്ടുവിട്ടാൽ ഇന്ന് കറി വെക്കാനായി രാത്രി കാലങ്ങളിൽ വന്ന് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന വിദ്വാൻമാരാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത്. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ കാണാം. കുഞ്ഞനത് കാരാമ എന്നറിയപ്പെടുന്നതാണ്. നാട്ടിൻ പ്രദേശങ്ങളാണ് ഈ കാരാമ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ തൊലി നല്ല കട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ തൊലിയിലാണ് ആയുർവേദത്തിൽ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി ഉരച്ചിട്ട് നമ്മുടെ കാലിൽ വിണ്ട് കീറലൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് അവിടെ ഉരച്ച് എണ്ണയിൽ ചാലിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം കല്ലിൽ ഉരച്ചതിന് ശേഷം എണ്ണയോട്ട് ചാലിച്ച് അവിടെ ഇടാറുണ്ട്. ആ മുറിവ് ഭാഗത്ത് ഇടാറുണ്ട്. പക്ഷേ അതോട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇതൊക്കെ ഈ സാധുവായ ജീവികളെക്കുറിച്ച് കുറേ ആൾക്കാർ കെട്ടിച്ചമച്ച കഥകൾ പറഞ്ഞു നടക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പ്രചരിക്കുന്നത് കൊണ്ടാണ് ഈ സാധു ജീവിയെ പിടിക്കുകയും അതിനെ കൊല്ലുന്നത് തന്നെ വളരെ കഷ്ടമാണ്. കാരണം തിളച്ച വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാണ് ഇവയെ കൊല്ലുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ തോട് നമുക്ക് ഉപയോഗമായി എടുക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഈ സാധു ജീവിയൊന്നും ഉപദ്രവിക്കാതിരിക്കാൻ നിൽക്കണം. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കുളങ്ങളിൽ തവളകളില്ല. തവളകൾ നശിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് മാരകമായ അസുഖങ്ങളുണ്ടാകാനുള്ള കൊതുവിൻ്റെ മുട്ടയും ലാർവയും ഒക്കെ തിന്നുന്ന തവളകളായിരുന്നു. പക്ഷേ ഇന്ന് ആമകൾ നമ്മുടെ നാട്ടിലൊക്കെ തോട്ടിലൊക്കെ ജീവിക്കുന്ന ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആമകളൊക്കെ നമുക്ക് ഒരുപാട് അനിവാര്യമാണ്. അതുപോലെ ഇതിൻ്റെ ലാർവയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത, മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല പൊക്കിൾക്കൊടി ബന്ധം, അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കൊക്കെ അവകാശപ്പെട്ടതല്ല പൊക്കിൾക്കൊടി ബന്ധം. നമുക്ക് നമ്മുടെ ഈ വയലിൻ്റെ ഈ ഭാഗത്ത് എല്ലാവർക്കും ആ മുട്ടയിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ അതുപോലെ ആ പൊക്കിൾക്കൊടി എന്ന് പറഞ്ഞാൽ ആ കണക്ഷൻ, അമ്മയുമായിട്ടുണ്ടാകുന്ന കണക്ഷൻസ് ഇവർക്ക് മുട്ടയിലും ആ കണക്ഷൻ നമുക്ക് ഇവർക്ക് ആമകൾക്ക് നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 20 ദിവസം മാത്രമേ പ്രായമുള്ളൂ. ഏത് ജീവിയുടെ മുട്ട കിട്ടിയാലും ഞാനത് കിട്ടുന്ന ദിവസം എഴുതി വയ്ക്കും. പക്ഷേ എനിക്ക് മുട്ട ആമ ഇട്ട് ഫ്രഷായിട്ട് കിട്ടിയാൽ മാത്രമേ എത്ര ദിവസം കൊണ്ട് വിരിയുന്നു എന്നൊക്കെ എനിക്ക് പഠിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് മണ്ണ് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കാർ പാടമൊക്കെ മണ്ണ് ഇളക്കുന്ന സമയത്തൊക്കെ മുട്ട കണ്ടിട്ടാണ്. അപ്പോൾ എത്ര ദിവസമായി മുട്ട ഇട്ടിട്ടെന്നുള്ള നിഗമനത്തിലെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ഫ്രഷായിട്ട് ഒരാമ മുട്ടയിട്ട് കിട്ടിയാൽ മാത്രമേ എൻ്റെ കാര്യം, എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണിൽ മുന്നിൽ കൂടി കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ മുന്നിൽ ആമ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് ഞാൻ ആ ഡേറ്റ എഴുതി വെച്ച് എത്ര ദിവസം കൊണ്ട് മുട്ട വിരിയുന്നു, ആ മുട്ടയ്ക്ക് എത്ര ഭാരം ഉണ്ടാകുന്നു, അത് ഇടുന്നതിൻ്റെ അന്ന് എത്ര ഭാരം ഉണ്ടെന്നും 15 ദിവസം കഴിയുമ്പോൾ എത്ര ഭാരം ഉണ്ടെന്നൊക്കെ നോക്കി പഠിക്കാൻ കഴിയുന്നു. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ആ മുട്ടയിൽ കുഞ്ഞുങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ
ഇത് വിരിയാനായി പറയുന്ന കാലാവധി എന്നാൽ 60 ദിവസം മുതൽ 120 ദിവസം വരെ എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മുട്ടകൾ എൻ്റെ കിട്ടിയിട്ട് എന്തായാലും 60 ദിവസം അല്ല 60 ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞു. ഏകദേശം ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2017 2-ാം മാസം 5-ാം തീയതിയോ 6-ാം തീയതിയോ ആണ് എനിക്ക് ഈ മുട്ട കിട്ടിയത്. എനിക്ക് എഴുതി സാധാരണ ഞാൻ മുട്ട കെട്ടിയിൽ എഴുതി വെക്കുക ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇത് മെയിൻ ഹൈവേയുടെ സൈഡ് കരിക്കകത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി വെൺപാലവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതായതുകൊണ്ട് റോഡ് സൈഡിൽ ഓടയുടെ അല്ല കേബിളിൻ്റെ പണി നടക്കുന്ന ആൾക്കാർ കണ്ടിട്ട് വിളിച്ചതായതുകൊണ്ട് എനിക്ക് എഴുതി വെക്കാൻ അവരുടെ അഡ്രസ്സ് എഴുതി വാങ്ങാനോ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഉരകവർഗത്തിൽപ്പെട്ട പുറന്തോടുള്ള ജീവികളാണ് ആമകൾ. വെള്ളത്തിലോ കരയിലോ ജീവിക്കുന്ന ഇവ കരയിലാണ് മുട്ടയിടുന്നത്. ഏകദേശം 270ഓളം തരത്തിലുള്ള ആമകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. ആമകൾ രാത്രികാലങ്ങളിലാണ് മുട്ടയിടുന്നത്. ഏകദേശം 30ഓളം മുട്ടകൾ ഉണ്ടാകും. ഇവ മുട്ടയിടുന്നത് കരയിലാണ്. മണ്ണ്, മണൽ തുടങ്ങിയവ കൊണ്ട് അത് പൊതിഞ്ഞ് സംരക്ഷിക്കും. 60 മുതൽ 120 ദിവസങ്ങൾ വരെയാണ് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. ഏറ്റവും ആയുസ് കൂടിയ ജീവിയും ആമകളാണ്. കാലിഫോർണിയയിൽ സാന്റിഗോ മൃഗശാലയിൽ സ്പീഡ് എന്ന ആമ 150 വയസ്സുവരെ ജീവിച്ചിരുന്നു. അതുപോലെ സൈലന്റ് വാലിയിൽ നിന്നുള്ള ജൊനോഥൻ എന്ന ആമ 178 വയസ്സുവരെ ജീവിച്ചിരുന്ന് ഗിന്നസ് റെക്കോർഡിൽ സ്ഥാനം നേടി. എന്തായാലും ഈ അതിഥികൾ നമ്മളെന്തായാലും ഇവർക്കറിയാം ഇവർ ഭക്ഷണം തേടുന്ന സമയമാണ്. അമ്മയും അവരോടൊന്നും യാതൊരു ബന്ധമില്ല. ഒരിക്കലും അമ്മമാരെ ഇവരെ കൊണ്ടുപോയി നീന്തലും സ്വിമ്മിങ്ങൊന്നും പഠിപ്പിക്കാറില്ല. അതെല്ലാം കഥകൾ മാത്രം താനേ എഴഞ്ഞങ്ങ് പോകണം. മണ്ണ് മാന്തുമ്പോൾ ഇളക്കമുള്ള മണ്ണിനകത്ത് കട്ടിയുള്ള തൊലിയോട് കൂടിയ മുട്ട കിട്ടുന്നുണ്ടെങ്കിൽ അത് പാമ്പിൻ്റെ മുട്ടയല്ല, ഓന്തിൻ്റെ മുട്ടയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ. അത് ആമയുടെ മുട്ട മാത്രമാണ് മണ്ണിൻ്റെ അടിയിൽ കട്ടിയുള്ള തൊലിയുള്ള മുട്ട എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ വീടിൻ്റെ മുറ്റത്തൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ അകത്തൊക്കെ മണ്ണ് മാറ്റുമ്പോൾ റബ്ബർ പോലത്തെ ആഞ്ഞിലിക്കുരുവിൻ്റെ അത്രയും സൈസുള്ള മുട്ട കിട്ടുകയാണെങ്കിൽ അത് ഓന്തിൻ്റെ മുട്ടയാണെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ആമ, ഓന്ത്, അതുപോലെ നമ്മുടെ അരണ, അതുപോലെ നമ്മുടെ മുതല എന്നിങ്ങനെ ജീവികളാണ് മണ്ണ് മാറ്റി മുട്ടയിടുന്നതെന്നെങ്കിലും നമ്മൾ ഓർത്തു വെക്കണം. അതിൽ ഉടുമ്പ്, ആമയുടെ മുട്ടയൊക്കെ ഉടുമ്പെടുത്ത് കഴിക്കാറുണ്ട്. ഉടുമ്പിന് ആമയുള്ള സ്ഥലത്ത് ഉടുമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടുമ്പ് ആമ മുട്ടയിടുന്ന സ്ഥലത്ത് മണ്ണ് മാറ്റിയിട്ട് ആ ഉടുമ്പ് മുട്ട അടിക്കുന്നതായിട്ട് മുട്ട കഴിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുഞ്ഞനതികൾ 20 ദിവസം മാത്രം പ്രായമുള്ള ആമ അതിഥികളെ, കരയാമ എന്നല്ലെങ്കിൽ നാട്ടിലെ ആമ എന്നൊക്കെ നിങ്ങൾക്ക് അറിയപ്പെടുന്ന കുഞ്ഞൻ അതിഥിയെ നിങ്ങൾ നമ്മളിലേക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര, അതിരാവിലെ ആരംഭിച്ച യാത്ര ഇന്ന് രാത്രിയായിട്ടും നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ചെറിയങ്കിലേക്ക് പോകുന്ന വഴിയിൽ വേളാർക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ്. പഴയ പേരാണ്. ഇപ്പോൾ AC ജംഗ്ഷൻ, AC നഗർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് ഓർമ്മ ഇവിടെയൊക്കെ ഞാൻ ഒത്തിരി പാമ്പുകളെ പിടിക്കാനായി വന്നിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒത്തിരി അതിഥികളുള്ള സ്ഥലമാണ്. എന്നാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവിടെ നമുക്ക് ഇനി ഒട്ടനവധി കോളുകളായിട്ട് പാമ്പിനെ പിടിക്കാൻ ഇങ്ങനെ കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി. ഇതൊരു വീട്ടിനകത്താണ്. ഒരു കുഞ്ഞൻ അതിഥി എന്നുള്ള ഒരു പാമ്പ് മുറുക്കൻ തന്നെയാണെന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളയാം, നമുക്ക് പോകാം. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കോൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ആകാംക്ഷ ഉണ്ടാകും, വ്യത്യസ്തനാണോ, അതായത് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ എപ്പോഴും വ്യത്യസ്തരായ അതിഥികളെയാണ് താല്പര്യം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് പോകാം. നമ്മുടെ ആ വീട്ടിനകത്ത് റൂമിനകത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പ്രാവശ്യം കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ നോക്കാം. പോകാം നമുക്ക് അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇവിടെ വരാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. കാരണം പ്രാവിനെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഒരു പഴയ ഓർമ്മ, കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 250-300ഓളം പ്രാവുകളുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ എന്തായാലും ഇവർ എല്ലാ ജീവികളും, നായുണ്ട്, അതുപോലെ കോഴി, പ്രാവ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ചിലപ്പോൾ പറയും ഇവിടെ പാമ്പ് വന്നത് ഇവയൊക്കെ വളർത്തുന്നത് കൊണ്ടാണ്. അത് ശുദ്ധ മണ്ടത്തരാണ്. ഈ ജീവികളെ കണ്ടെന്നൊരു പാമ്പ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഭക്ഷണം തേടി, എലിയെ പിടിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ തവളയെ പിടിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ വെള്ളം കുടിക്കാൻ വരേണ്ട കാര്യമില്ല. ഇതിൻ്റെ താഴെ പുഞ്ചപ്പാടമായിരുന്നു, പണ്ട് പുഞ്ചപ്പാടമായിരുന്നു, കുളമുണ്ടായിരുന്നു. അതൊക്കെ നിമിത്തെങ്കിലും വെള്ളത്തിൻ്റെ ഉറവയുള്ളതാണ് ഇവിടെ വെള്ളം കുടിക്കാനായല്ല അവർ വന്നത്, എലിയെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. എന്തായാലും നമുക്ക് എൻ്റെ പഴയ ഓർമ്മ ഇത്രയും കുറേ ഇതൊന്നും അല്ല. എൻ്റെ ഒരു വീടിനകത്ത് മുഴുവൻ എനിക്കൊരു പഴയ എൻ്റെ അമ്മയുടെ കുടുംബം ഉണ്ട്. അതിനകത്ത് മുഴുവനും പ്രാവുകൾ തന്നെയായിരുന്നു. 250-300 പ്രാവുകളുണ്ടായിരുന്നു, പന്തായ പ്രാവുകളുണ്ടായിരുന്നു.
എല്ലാ ഇനം പ്രാവുകളെയും വളർത്താൻ കഴിഞ്ഞു. ആ ഓർമ്മയും കണ്ട് ഇവിടെയൊക്കെ കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. എന്തായാലും നമുക്ക് പോകാം. നമ്മുടെ അതിഥി ഇരിക്കുന്ന ആ സ്ഥലം വീട്ടിനകത്താണ്, ഒരു സ്റ്റൂളിൻ്റെ പുറത്തിലിരിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും അകത്തോട്ട് അതിഥി ഒന്ന് പരിചയപ്പെടാം. എന്തായാലും നമുക്ക് അധികം പാടില്ലാത്ത രീതിയിൽ പെട്ടെന്ന് എടുക്കാൻ കണക്കിന് നമുക്ക് കാണാം, ഒരു 2 ട്യൂബിൻ്റെ ഫ്രെയിം ചാരി വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമിൽ ചുറ്റി ഈ തുണിയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്കാണ് നമ്മുടെ അതിഥി ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തെ എന്തായാലും അദ്ദേഹത്തിനെ നമുക്ക് അനായാസം പിടിവിടാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ടെൻഷൻ, നല്ല ടെൻഷൻ. എനിക്ക് തോന്നുന്നു ഇവരിനി നേരത്തെ വന്ന് നമ്മൾ വരുന്നതിന് മുന്നേ ഒരു ഫ്ലാഷ് ഇട്ട് ക്യാമറ എടുത്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. പാമ്പുകൾക്ക് ഫ്ലാഷ് എപ്പോഴും ഇറിറ്റേഷനാണ്. അങ്ങനെയുള്ള ഫ്ലാഷ് ഇട്ട് നമ്മൾ കാട്ടിൽ പോകുമ്പോഴും നമ്മൾ ആനിമൽസിനെയൊക്കെ ഫ്ലാഷ് ഇട്ട് ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും പെട്ടെന്ന് അഗ്രസീവ്, പെട്ടെന്ന് വയലൻ്റ് ആവും. അതുപോലെ തന്നെ പാമ്പുകൾക്ക് ഇടിമിന്നലും അതുപോലെ ക്യാമറയുടെ ഫ്ലാഷൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും ഇവർ ക്യാമറ എടുത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ആദ്യം എടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് ചാടി കുതിച്ച് ദേഹത്തും അങ്ങോട്ട് ഇട്ട് പോയി, പെട്ടെന്നൊക്കെ 4 ചുറ്റിലേക്കും തെന്നിപ്പോയത്. എന്തായാലും ഇദ്ദേഹത്തിന് അധികം പ്രായമില്ലാത്ത അതിഥിയാണ്. 2 വയസ്സ് കഴിഞ്ഞ അതിഥി. നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പരിചയപ്പെട്ട അതിഥിയാണ്. 1 മീറ്ററിലേറെ നീളമുള്ള 2 വയസ്സോളം പ്രായമുള്ള ഫീമെയിൽ മൂർഖൻ പാമ്പ് എന്നറിയപ്പെടുന്ന ഫീമെയിൽ സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. ഇതിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. സർപ്പമായിട്ട് ആരാധിക്കുന്നതല്ല ഇവരെ തന്നെയാണ്. ഇതിനെ നമ്മളെ പ്രേക്ഷകർ ഒരുപാട് കണ്ട അതിഥിയാണ്. ഒത്തിരി പ്രാവശ്യം കണ്ട, ഇപ്പോൾ വ്യത്യസ്തനല്ല കോമണായിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ട അതിഥി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മളെ പ്രേക്ഷകർ എപ്പോഴും വ്യത്യസ്തരെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും വ്യത്യസ്തരല്ല. അതുപോലെ ഒരു കാരണവശാലും ടീമിൻ്റെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം അനുകരിക്കാൻ ശ്രമിച്ച് എൻ്റെ പാത പിന്തുടരാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരിൽ നിന്ന് പാമ്പ് കടിയേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, എൻ്റെ പ്രിയ സുഹൃത്ത് പാമ്പ് കടിയേറ്റ് വെൻറ്റിലേറ്ററിലാണ്. പാമ്പ് എൻ്റെ പാത പിന്തുടരുന്നതാണ്. 1 വർഷത്തിലേറെ ആയിട്ടേ ഉള്ളൂ അദ്ദേഹം ഈ മേഖലയിലേക്ക് വന്നിട്ട്. എന്തായാലും അദ്ദേഹം കടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥ. പക്ഷേ ചെറുതായിട്ടൊന്ന് കടിച്ച്, നല്ല കടിയല്ല, എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു 100-1 അംശം കടിയായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറത്തിൽ ഒന്ന് ടച്ചായി പോയത് മാത്രമല്ല കുപ്പിയിൽ അടയ്ക്കുന്ന സമയത്ത്. എന്തായാലും കടിയേറ്റ് വെൻറ്റിലേറ്ററിലായി. 3 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. 4ാമത്തെ ദിവസം ട്രീറ്റ്മെൻറ്റിലാണ്. എന്തായാലും ഇതൊരിക്കലും നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളൊരിക്കലും നിങ്ങളെ ഈ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമല്ല ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അവയർനെസ് മാത്രമാണ്. എന്തായാലും നമ്മൾ സമയങ്ങൾ ഇനി ഒട്ടനവധി കോളുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ഈ അതിഥിയെ ബോട്ടിൽ അടച്ച് ഇവിടുത്തെ ചെറുപ്പക്കാരോട് യാത്ര പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇദ്ദേഹത്തെ ബോട്ടിൽ അടയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.